ഹായ് എവ്രി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. ഞാൻ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് എന്നും അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ഡെയിലി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ യോഗ്യതയ്ക്കും ഏജിനും അനുസരിച്ചിട്ട് നിങ്ങളും ഓരോ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എക്സാമുകൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടാത്തത്. നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ച് നമുക്ക് കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. നമ്മുടെ തോന്നൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയില്ല. എന്നെയും കൊണ്ട് അത് പറ്റില്ല, ഞാൻ അത്രയ്ക്ക് നന്നായി പഠിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓരോ വ്യക്തികളോടും ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാത്തതിന് പല കാരണങ്ങളാണ് പറയുന്നത്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാനുള്ള ഒരു ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടാത്തത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത്, നന്നായി വീട്ടിലിരുന്നിട്ട് നമ്മൾ കാര്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വീട്ടിലിരുന്ന് ജോലി നേടിയെടുത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഠനത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണ്. നമ്മൾ നമ്മുടെ ഫോണ് കയ്യിൽ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വാട്സപ്പിൽ മെസ്സേജ് വരും. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം കണ്ടു കഴിഞ്ഞാൽ 2-3 റീൽസ് കണ്ടിട്ട് പഠിക്കാം എന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ റീൽസ് കണ്ടിട്ടും യൂട്യൂബിൽ ചിലവഴിച്ചിട്ടും നമ്മുടെ സമയം പോകുന്നത് തന്നെ നമുക്കറിയില്ല. ആവശ്യമില്ലാതെ നമ്മളെ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടാനില്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് കൊണ്ടാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വാട്സപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. നമുക്ക് കുറച്ച് കാലത്തേക്ക് മാത്രം നമുക്ക് മാറ്റി വെച്ചാൽ മതി. ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും യൂട്യൂബ് ആയാലും നമ്മൾ കുറച്ച് കാലത്തേക്ക് അത് മാറ്റി വയ്ക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നന്നായി പഠിക്കുക വേണം. എങ്കിൽ നമ്മൾ ആഗ്രഹിച്ച നല്ലൊരു ജോബ് നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് ആ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു ഹാപ്പിനെസ് അത് നിങ്ങളെപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനും നമ്മളെ വേണ്ടപ്പെട്ടവർക്കുമെല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് തന്നെയല്ലേ. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നമ്മളെയും കൊണ്ട് കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകില്ല. പലർക്കും അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടം ചോദിക്കുന്നത്. പക്ഷെ പലരും ക്യാഷ് ഉണ്ടായിട്ടടക്കം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ഇല്ല എന്ന് പറഞ്ഞവരുണ്ടാവും. ആ ഒരു വിഷമമൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോയവർ തീർച്ചയായും നല്ലൊരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കണം. എന്നിട്ട് നിങ്ങളെ താഴ്ത്തി പറഞ്ഞവരുടെ ഇടയിൽ നിങ്ങൾ അഭിമാനത്തോടു കൂടി നടക്കുന്നൊരു ദിവസം ഉണ്ടാകും. അല്ലാതെ നാട്ടുകാരുടെയും പല ബന്ധുക്കളുടെയും വാക്കുകൾ കേട്ട് നീ ഒന്നും നന്നാവില്ല, നിന്നെയും കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തളർന്നിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇതിനെല്ലാം അതിജീവിച്ച് ശക്തമായി ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ട് നിങ്ങൾ പോരാടുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ കഴിഞ്ഞു പോയ ഈ അനുഭവങ്ങളെല്ലാം മറന്ന് നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ കഴിയും. കാരണം ഇത്രയും ഒരു ദുരനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും എന്നുള്ളത് ഉറപ്പ് തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളെ ഡിസ്റ്റർബൻസ് ആക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായിട്ട് നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുക. ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള നല്ലൊരു പഠനം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ഫിനാൻഷ്യലി നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് നന്നായി കുറച്ച് ഗൈഡ്സുകളും മറ്റും വാങ്ങി നോട്ട്സുകൾ തയ്യാറാക്കി യൂട്യൂബിൽ ഇന്ന് ഒരുപാട് ക്ലാസ്സുകളും മറ്റും ഉണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കി നന്നായി പഠിച്ചിട്ട് നിങ്ങൾ മുന്നേറാൻ നോക്കുക. ഒരിക്കലും എനിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാനുള്ളൊരു ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് ജോലി നേടാനുള്ളൊരു അവസരം ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണെങ്കിൽ ഞാൻ നല്ലൊരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത്.
ഗവൺമെൻറ് ജോബിനായി പഠിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫുണ്ട്. ചെറിയ കുട്ടികളായിട്ട് പഠിക്കാൻ പറ്റാത്തവർ, 1 വയസ്സായവരും 2 വയസ്സായവരും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടുജോലികളുണ്ട്, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയുന്നവരോട്, ചെറിയ കുട്ടികളുള്ളതൊന്നും നിങ്ങൾക്കൊരു കാരണം തന്നെയല്ല പഠിക്കാനിരിക്കാനുള്ളത്. വീട്ടുജോലികളുള്ളതൊന്നും ഒരു കാരണമായിട്ട് നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ എണീക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കിടക്കുമ്പോൾ വൈകി ഉറങ്ങേണ്ടതായിട്ടും വരും. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെല്ലാം ഉറങ്ങിയതിന് ശേഷമേ നിങ്ങൾക്കതിന് സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ അങ്ങനെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വീട്ടുജോലികളും കുട്ടികളുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാരണമല്ല, മറിച്ച് അതിനെല്ലാം അതിജീവിച്ച് നിങ്ങൾ ശക്തമായി പഠിച്ച് മുന്നേറുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പലതരം സിറ്റുവേഷനിൽ ജീവിക്കുന്നവർക്കും നല്ലൊരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, നന്നായി ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ തളരരുത്. നിങ്ങളെ താഴ്ത്തി കെട്ടിയവരും നിങ്ങളൊന്നും ആവില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ പൊരുതി ജയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിരാശപ്പെട്ട് എന്നെ അവരങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയല്ല വേണ്ടത്. വർഷങ്ങളായി PSCക്ക് ട്രൈ ചെയ്തിട്ട് PSC ജോലി കിട്ടാത്തവർ, ഇതൊക്കെ വല്ലതും നടക്കൂ എന്ന് ചോദിക്കുന്ന നാട്ടുകാരും ബന്ധുക്കളും ഉണ്ട്. അവരുടെ ഇടയിലൊന്നും നിങ്ങൾ തളരുകയല്ല വേണ്ടത്. നന്നായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ തളരാതെ, അവരുടെ മുന്നിൽ പതറാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളെ ഡിസ്റ്റർബൻസ് ആക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ നിങ്ങൾ തിരിച്ചൊന്നും മറുപടി പറയണ്ട. അവരവിടെ അങ്ങനെ പറഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നന്നായി അതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ നെഗറ്റീവ് പറയുന്നവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. നമ്മൾ ഈ ജോബിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. അതുകൊണ്ട് നിങ്ങൾ തളരാതെ നിങ്ങൾ ഈ ജോബിനായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.